BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൊച്ചിയുടെ തീരദേശ മേഖലയുടെ സംരക്ഷണത്തിനായി പ്രത്യേക കണ്ടൽക്കാട് പദ്ധതി മാം ഗ്രോവ്സ് ഇനിഷ്യേറ്റീവ് ഇൻ എറണാകുളത്തിന് തുടക്കമിട്ട മുൻനിര ആഗോള എൻഡ് സപ്ലൈ ചെയിൻ സേവനദാതാക്കളായ DP വേൾഡ് കൊച്ചിയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്ലാൻ അറ്റ് എർത്ത് എന്ന സംഘടനയുമായി ചേർന്നാണ് ഉദ്യമനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വൈപ്പിനിലെ പള്ളിപ്പുറം, കുഴുപ്പള്ളി, കടമക്കുടി, ഞാറക്കൽ എന്നീ പഞ്ചായത്തുകളിലെ 50 ഏക്കറിൽ കണ്ടൽക്കാട് നടുകയും അതിന്റെ പരിരക്ഷണവുമാണ് ഏറ്റെടുക്കുന്നത്. മാംഗ്രോവ്സ് ഇനിഷ്യേറ്റീവ് ഇൻ എറണാകുളം പദ്ധതി വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 3 വർഷത്തിനുള്ളിൽ കൊച്ചിയുടെ തീരങ്ങളിൽ 1 ലക്ഷത്തോളം കണ്ടൽ തൈകൾ നടാനൊരുങ്ങുകയാണ് DP വേൾഡ്. ദീർഘകാലം അവയുടെ സംരക്ഷണവും ഏറ്റെടുക്കും. ഇതിനായി തീരദേശ ജനവിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള സാമൂഹികാധിഷ്ഠിത കർമ്മ പരിപാടിക്കും രൂപം നൽകും. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതിനും അവയുടെ വ്യാപനത്തിനും ഗവൺമെന്റ് നിരവധി ചുവടുവയ്പ്പുകൾ നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് പദ്ധതിയെന്നും DP വേൾഡ് കൊച്ചി പോർട്സ് ആൻഡ് ടെർമിനൽ CEO പ്രവീൺ ജോസഫ് പറഞ്ഞു. DP വേൾഡ് പോർട്സ് ആൻഡ് ടെർമിനൽസ് ഓപ്പറേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ ഡയറക്ടർ ദിബിൻ കയ്യാത്ത്, കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ്, കുസാറ്റിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ M ഹരികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LC ജോർജ്, കുഴുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS നിഖിൽ, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു, കടമക്കുടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിപിൻ രാജ്, പ്ലാനറ്റ് എർത്ത് ഫൗണ്ടറും സെക്രട്ടറിയുമായ സൂരജ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു. വ്യാഴാഴ്ച മറയപ്പടിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് ലൈൻ തകർന്നതോടെ വെള്ളിയാഴ്ച കരുമാലൂർ, പറവൂർ മേഖലകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പറവൂർ നഗരസഭാ പ്രദേശങ്ങളിലും കരുമാലൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മാളികം പീടിക, കോട്ടപ്പുറം പ്രദേശങ്ങളിലും വെള്ളിയാഴ്ചയും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഇത് ജനങ്ങളെ ഏറെ ബാധിച്ചു. ആലുവ പറവൂർ റോഡിൽ മാറിയപ്പടിയിലാണ് വ്യാഴാഴ്ച പുലർച്ചെയാണ് 500 ചതുരശ്ര വിസ്തൃതിയിലുള്ള പൈപ്പ് ലൈൻ തകർന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കാസ്റ്റിംഗ് അയൺ പൈപ്പ് ലൈനാണ് തകർന്നത്. ഏകദേശം 5 മീറ്റർ നീളമുള്ള പൈപ്പ് നെടുകെ പിളർന്ന നിലയിലായിരുന്നു. ചൊവ്വരയിൽ നിന്ന് പറവൂർ നഗരസഭാ പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തുന്ന പൈപ്പ് ലൈനാണിത്. പൈപ്പ് തകർന്നതോടെ റോഡിലേക്കും സമീപത്തെ ഐക്കരക്കുടി അബ്ദുള്ളയുടെ വീട്ടിലേക്കും വെള്ളം ഇരച്ചു കയറിയിരുന്നു. വീടിന്റെ കാർ പോർച്ചിലും സിറ്റ് ഔട്ടിലും വെള്ളം കയറിയ നിലയിലായിരുന്നു. വീടിന് ചുറ്റും വെള്ളം കയറിയതോടെ വീട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. മുപ്പടത്ത് നിന്ന് കരുമാലൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തുന്ന പുതിയ പൈപ്പ് ലൈനും ഇതിന് സമീപത്തുണ്ടായിരുന്നു. UC കോളേജിന് സമീപത്തുള്ള വാൽവ് വഴിയാണ് ഇരു പൈപ്പ് ലൈനുകളിലൂടെയുള്ള ജലവിതരണം ക്രമീകരിക്കുന്നത്. പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ വ്യാഴാഴ്ച തന്നെ ആരംഭിച്ചു. മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് പൊട്ടിയ പൈപ്പ് പുറത്തെടുത്ത് നിലവിലെ കാസ്റ്റിംഗ് അയൺ പൈപ്പ് ലഭ്യമാക്കാത്തതിനാൽ DI പൈപ്പ് എത്തിച്ചാണ് അറ്റകുറ്റപ്പണികൾ തുടരുന്നത്. പൊട്ടിയ പൈപ്പ് പുറത്തെടുത്ത ശേഷം DI പൈപ്പിന്റെ ഇരുഭാഗത്തും മൈക്രോ കോളറുകൾ സ്ഥാപിച്ചാണ് പുനഃസ്ഥാപിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെ മാത്രമേ ജോലികൾ പൂർത്തിയാക്കാനാകൂ. അതേസമയം വെള്ളിയാഴ്ച രാത്രിയോടെ ഭാഗികമായി പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയുമെന്നും ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെ മുതൽ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. വഴിയിലേക്ക് പൊട്ടിവീണും പോസ്റ്റുകളിൽ തിങ്ങി നിറഞ്ഞും ജനത്തിന് ഭീഷണി ഉയർത്തുന്ന കേബിളുകൾ കൊച്ചിയുടെ മുഖമായി മാറിയിട്ടും കാലമേറെയായി. ഹൈക്കോടതി ഇടപെട്ടിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ല. വ്യാഴാഴ്ചയും വാഹനം തട്ടി റോഡിൽ പൊട്ടിവീണ കേബിളുകൾ യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കി. അപകടകരമായി കിടക്കുന്ന കേബിളുകൾ അതാത് സ്വകാര്യ കമ്പനികൾ പോസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഇടയ്ക്ക് നീക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരമായിട്ടില്ല. ഏത് സ്വകാര്യ കമ്പനിയുടേതാണെന്ന് പോലും അറിയാത്ത കേബിളുകൾ പലയിടത്തും അവശേഷിക്കുന്നു. കൊച്ചി നഗരത്തിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമാന അവസ്ഥയുണ്ട്. അംഗീകൃത തൂണുകളിലുള്ള കേബിളുകൾ ടാഗ് ചെയ്യാനുള്ള നടപടികൾ എവിടെയും എത്തിയിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച എറണാകുളം TD റോഡിൽ കേബിൾ പൊട്ടിവീണത് അപകട ഭീഷണിയുണ്ടാക്കി. വലിയ തോതിൽ കുരുങ്ങി താഴേക്ക് തൂങ്ങിക്കിടന്ന കേബിൾ വാഹനം തട്ടി നിലത്ത് വീഴുകയായിരുന്നു.
കേബിളുകൾ സ്ഥാപിച്ച കമ്പനികളുടെ കഴിഞ്ഞ 10 വർഷത്തോളമായുള്ള അനാസ്ഥയുടെ ഫലമാണ് കുരുക്കെന്നും പൊതുപ്രവർത്തകർ പറയുന്നു. പലതവണ നിർദ്ദേശം നൽകിയിട്ടും നീക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. 2022 ചെമ്പുമുക്കിൽ കേബിൾ കുരുങ്ങിയുണ്ടായ അപകടത്തിൽ ഇരുചക്ര യാത്രികനായ 25-കാരൻ മരിച്ചിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ, ഹൈക്കോടതി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇടപെടലുണ്ടായി. തുടർന്നും പലതവണ അപകടങ്ങളുണ്ടായി. പള്ളിലാങ്കരയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റോഡിൽ താഴ്ന്നുകിടന്ന കേബിൾ കുരുങ്ങി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് കളമശ്ശേരി ഇഗ്ര മസ്ജിദ് ഇമാമിന് പരിക്കേറ്റിരുന്നു. ഇതോടെ പൊതുയിടങ്ങളിൽ അപകടകരമായി സ്ഥാപിച്ച കേബിളുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ നേരിട്ട് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടും കമ്മീഷൻ രംഗത്തെത്തി. തൃക്കാക്കര നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം വിതരണം ചെയ്ത ഇനത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളുണ്ടെന്ന് നഗരസഭാ ധനകാര്യ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ഫയലിൽ വെട്ടിത്തിരുത്തൽ നടത്തി കൂടുതൽ തുക തട്ടാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടലുകൾ ധനകാര്യ കമ്മിറ്റി കണ്ടെത്തി തടയുകയായിരുന്നു. 2023 മെയ് 25 നൽകിയ ബില്ലു പ്രകാരം ജനുവരി മുതൽ ഏപ്രിൽ വരെ 190 ലോഡ് കുടിവെള്ളം വിവിധ വാർഡുകളിൽ വിതരണം ചെയ്തതായാണ് കണക്ക്. ഇതേ ബില്ലിൽ കൃത്രിമം കാണിച്ച ബിൽ തുകയും കുടിവെള്ള വിതരണ കണക്കും പെരുപ്പിച്ചു കാട്ടിയതായി കണ്ടെത്തുകയായിരുന്നു. 190 ലോഡ് കുടിവെള്ളം എന്നത് 299 ലോഡ് ടാങ്കർ കുടിവെള്ളമെന്ന് തിരുത്തി 2,39,000 രൂപയായി ബിൽ തുക വർദ്ധിപ്പിച്ചു. 2024 മെയ് 31 നൽകിയ ബിൽ നഗരസഭാ ധനകാര്യ കമ്മിറ്റി മുമ്പാകെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ നഗരസഭയുടെ മരാമത്ത് ഫയലുകളിൽ വ്യാപക തിരുത്തലുകൾ കണ്ടെത്തിയിരുന്നു. അത്താണി ശ്മശാനം റോഡ്, പാലച്ചുവട്, മണ്ണാടി റോഡ് എന്നിവയുടെ നിർമ്മാണ ചെലവിലെ ബില്ലിലാണ് അന്ന് തിരുത്തൽ കണ്ടെത്തിയത്. അരീക്കൽ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മൂവാറ്റുപുഴ പിറവം റോഡിൽ ഏഞ്ചൽ ബോയ്സ് ജംഗ്ഷനിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 അപകടം. കൊതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി തൃശൂർ പുറത്തിശ്ശേരി കല്ലട ക്ഷേത്രത്തിന് സമീപം ചെല്ലിക്കര വീട്ടിൽ സുനി കവിത ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ നെല്ലിക്കുഴി സ്വദേശി ഫാത്തിമ, മലപ്പുറം ഇലിക്കൽ അഫ്ര അഷൂർ എന്നിവരെ രാജഗിരി ആശുപത്രിയിലും ഓടക്കാലി, മലയിക്കുഴി ഐഷ പർവീനെ മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിലും പ്രവേശിപ്പിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.